What's up guys, Sri here. Yes, ഈ awkward person നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. See guys, നമ്മുടെ ക്യാമറ ഇൻ ഡെപ്ത് റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ വെറൈറ്റി സാധനമാണ്. ഞാൻ വെച്ചൊരു കളറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ ചാർട്ട്സും ഗ്രാഫും ഒക്കെ അനലൈസ് ചെയ്ത് കമ്പയർ ചെയ്യുന്നതിന് പകരം ശരിക്കും ഈ ക്യാമറ എന്താ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നതെന്നുള്ള സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇന്നത്തെ കണ്ടസ്റ്റൻറ്റ് നമ്മുടെ കൂടെ ഉള്ളത് വേറെ ആരുമല്ല, ഈ മച്ചാനാണ്. X300 FE കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ സാധനം ഇച്ചിരി തട്ടുപൊളിപ്പൻ കിഡിലം ക്യാമറ ഫോണാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ആദ്യമായിട്ടാണ് വിവോയും സ്നാപ്ഡ്രാഗനും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ DSP ISP മെയിൻ സിഗ്നൽ പ്രോസസ്സിങ് എല്ലാം ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം നമുക്ക് നേരെ ഇങ്ങോട്ട് കയറി പറഞ്ഞു തരാം. ഗൈസ്, ഇൻഡെപ്ത് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയെ കുറിച്ച് വലിയ വിവരമൊന്നും വേണമെന്നില്ല. എനിക്ക് അറിയാവുന്ന വിവരം വെച്ച് ഞാൻ പറഞ്ഞുതരും. നിങ്ങൾക്ക് അറിയാത്ത കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കോമെൻറ്റ് ലെറ്റ് മീ നോ. നമുക്ക് പോവാം. ആദ്യം തന്നെ ഫോക്കസ് ചെയ്യട്ടെ. യെസ്, മോണിറ്ററിൽ ഫോക്കസ് ചെയ്തു. സോ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഐ വോണ്ട് ടോക്ക് അബൌട്ട് സംതിങ് കോൾഡ് HDR, ഡൈനാമിക് റേഞ്ച് എന്ന് പറയും. ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഏറ്റവും തെളിച്ചമുള്ള ഭാഗവും ഏറ്റവും ഇരുട്ടുള്ള ഭാഗവും തമ്മിലുള്ളൊരു റേഞ്ച് ഉണ്ട്, ഒരു ഡൈനാമിക് റേഞ്ചിൻ്റെ വ്യത്യാസം. നല്ല ക്യാമറാസ് അത് നല്ലോണം കോമ്പൻസേറ്റ് ചെയ്യും. അത്യാവശ്യം ഡൈനാമിക് റേഞ്ച് കാണും, എന്നാൽ നടുക്കത്ത് ആ ഒരു കോൺട്രാസ്റ്റ് സാധനം കൊണ്ടുവരും. ആൻഡ് വിവോക്കാരന്മാർ ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് നെയിൽ ചെയ്തിട്ടുണ്ട്. സി ഗൈസ്, ഭയങ്കര രസമുള്ള രീതിയിലെ ഡൈനാമിക് റേഞ്ച് ആയിട്ടുള്ള അത് നമുക്ക് ഇച്ചിരി കൂടെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് കളർ സെക്ഷനിലേക്ക് പോകുമ്പം ചാർട്ട്സ് നിങ്ങൾ നോക്കി. ഞാൻ സൂം ഇൻ ചെയ്യാം ചാർട്ട്സിലേക്ക്. ലുക്ക് അറ്റ് ദ ഡൈനാമിക് റേഞ്ച്. ഇവർ അത്യാവശ്യം നല്ലോണം വേവ് ഫോമിനകത്താണ് നമുക്ക് ഇപ്പോൾ ഡൈനാമിക് റേഞ്ച് കാണാൻ പറ്റുന്നത്. അതിനകത്ത് ജസ്റ്റ് എന്താ പറയുക, നല്ല രീതിക്ക് ഷാഡോസും കൊടുത്തിട്ടുണ്ട്, നല്ല രീതിക്കും ഹൈലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആസ് എ പ്രൊഫഷണൽ കളറിസ്റ്റ് എനിക്ക് റെഫറൻസ് റേഞ്ച് ഉണ്ട്. ഏറ്റവും ലോവസ്റ്റ് കളറും ഏറ്റവും ഹയസ്റ്റ്. എൻ്റെ ഏറ്റവും ലോവസ്റ്റ് 64 ആ 64 റെഫറൻസ് റേഞ്ച് ഞാൻ മോഡേൺ ഡേ സിനിമയിൽ നിന്ന് തന്നെ കോപ്പി അടിക്കുന്ന റെഫറൻസ് റേഞ്ച് ലൂംസ് വാല്യൂ എന്നൊക്കെ പറയും. ഹൈ റേഞ്ച് 1024 തോന്നുന്നു, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫണ്ണി ഇനഫ് വിവോക്കാർ ഈ വട്ടം എക്സാക്ട്ലി ഹോളിവുഡിൽ പോകുന്നത് റെഫറൻസ് റേഞ്ച് വെച്ചാണ് ഫോട്ടോസ് മിനിമം എക്സ്ട്രാ ഒക്കെ ട്യൂൺ ചെയ്ത് കേട്ടോ. എൻ്റെ റെഫറൻസ് പോയിന്റിന്റെ താഴെ ഒരു കണക്ക് പോയിട്ടില്ല. ഞാൻ ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം ഇതാണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഫോർ സിനിമ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കിഡിലം HDR പടങ്ങളാണ്. ഹൈലൈറ്റ്സ് ഭയങ്കരമായിട്ട് ബ്ലോൺ ഓഫ് ഒന്നും ആയിട്ടില്ല. അതേപോലെ തന്നെ ഷാഡോസ് ഭയങ്കരമായിട്ട് എന്താ പറയുക വൃത്തികേടായിട്ടുമില്ല. ഈ പടത്തിനകത്ത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, ഷാഡോസ് ഒക്കെ എന്തൊരു സ്മൂത്ത് ആയിട്ട് അവർ കൊടുത്തേക്കണേ. ജസ്റ്റ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഷാഡോസാണ് കൊടുത്തേക്കണേ. ഇരുട്ടാണെന്ന് വെച്ചാൽ ഇരുട്ടാണ്, എന്നാൽ മറ്റേ കറുത്തിരിക്കണ കൂരിരുട്ട് ഫീൽ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഭയങ്കര രസം കേട്ടോ. ഷാഡോസിന്റെ ഫാനായി പോയി ഞാൻ ശരിക്കും ഇതിനകത്ത്. ഭയങ്കര സിനിമാറ്റിക് ആ ഒരു ഡീപ്പ് ബ്ലാക്കിന് പകരം നല്ലൊരു ബ്ലാക്ക് കൊടുത്ത് ഷാഡോസാണ്. ആൻഡ് ഇനി നമുക്ക് ഹൈലൈറ്റ്സിലേക്ക് പോകാം. സോ ഗൈസ്, ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ഫുള്ള് വൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഇമേജാണ്. ഞാൻ റെഫറൻസ് ആദ്യമേ HDR ഇത് പറയുമ്പോഴേ 4 ഇമേജ് ഇടും. നിങ്ങൾ ഇത് പറയുന്ന കേട്ടിട്ട് തിരിച്ചു പോയി ഒന്നുകൂടെ ഇമേജ് ഇട്ട് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ബ്ലോൺ ഓഫ് ആയിട്ട് നിൽക്കുന്നതാണ്, മനസ്സിലായോ? ഇവിടെ ഭയങ്കരമായിട്ട് ബ്ലോൺ ഓഫ്, ഭയങ്കരമായിട്ട് ഒന്നും കാണത്തില്ല, നോ ഡീറ്റെയിൽസ് ഹിയർ. പക്ഷെ നമ്മൾ കളർ പാനലിലേക്ക് പോകുമ്പം എന്താ അവന്മാർ ചെയ്തു വെച്ചേക്കുന്നതെന്ന് കണ്ടോ? ഇത്രയും ബ്ലോൺ ഓഫ് ആയിട്ടുള്ള സ്ഥലത്തും അവർ റെഫറൻസ് റേഞ്ച് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലായി? ദാറ്റ് ഇസ് ക്വാളിറ്റി അഷ്വറൻസ് ആണ്. ആൻഡ് ആ റോൾ ഓഫിൻ്റെ ആ ഒരു ഹൈലൈറ്റിനകത്ത് പീക്കിലെത്തിയിട്ട് അവർ റോൾ ഓഫ് ചെയ്യുന്നതെങ്കിൽ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിനകത്ത് കാണാം, വേവ് ഫോമിനകത്ത് ഭയങ്കര സ്മൂത്തായിട്ടാണ് ബ്ലെൻഡ് ചെയ്തേക്കുന്നത്. HDRനകത്ത് ഷാഡോസ് സൂപ്പർ കറുത്തിരിക്കുന്ന ഷാഡോസും അല്ല, ഹൈലൈറ്റ്സ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള അല്ല, പക്ഷേ അവരുടെ റോൾ ഓഫ് ഭയങ്കര സിനിമാറ്റിക് എഫക്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്താലും ഭയങ്കര വെളുവിളായിരുന്ന മറ്റേ ആ ഒരു ഫീൽ ഒന്നും അടിക്കത്തില്ല. ജസ്റ്റ് പ്യുവർ ഗുഡ്നെസ് ആണ് ഇവർ ചെയ്തേക്കുന്നത്. സോ യെസ്, ഞാനൊരു ഫോൺ കളർ ട്യൂൺ ചെയ്യുവാണെങ്കിൽ ക്യാമറാസ് ഏറെക്കുറെ ഇതേപോലെ തന്നെ ട്യൂൺ ചെയ്യും. അടുത്ത നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് നോക്കുവാണെങ്കിൽ അതിന് തന്നെ റോൾ ഓഫും ഹൈലൈറ്റ്സും ഷാഡോസിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഈ ക്ലൗഡ് ആയിട്ട് എനിക്ക് തോന്നി. ഗൈസ്, അത്യാവശ്യം ഇരുട്ടിരിക്കുന്ന ഷാഡോസും ഉണ്ട്, എന്നാൽ കിടിലായിട്ടിരിക്കുന്ന ഹൈലൈറ്റ്സും ഉണ്ട്. പെർഫെക്റ്റ്ലി ബാലൻസ്ഡ്. എന്താ പറയുക, HDR സെഗ്മെന്റിനകത്ത് വിവോ ക്രാക്ക് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഗൈസ്, നമുക്ക് ഗ്രീൻസിനെ കുറിച്ച് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തോന്നുന്നു. വിവോയുടെ ഗ്രീൻസ് ഭയങ്കര രസമുള്ള രീതിയിലുള്ള ഗ്രീൻസാണ്. ഞാൻ ജഡ്ജ് ചെയ്യുവാണ്, കാരണം എൻ്റെ യൂട്യൂബ് ചാനലില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, എനിക്ക് പേഴ്സണലി വോം ആയിട്ടുള്ള ഗ്രീൻസ്, ഈ കൊഡാക്കിൻ്റെ 2383 ആണല്ലോ, ഈ നോളനും അതുപോലത്തെ കിഡിലും
ഫിലിം സ്റ്റോക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ദ കിങ് എന്ന് പറഞ്ഞ ഫിലിം സ്റ്റോക്ക്, ആരിനകത്ത് മിക്കവരും യൂസ് ചെയ്യണൊക്കെ വലിയ അതിനകത്തൊക്കെ ഗ്രീൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡീപ്പ് ഗ്രീൻ വിത്ത് എ ലൈറ്റ് ഹിൻഡ് ഓഫ് വോംത് ഉണ്ട്. ഞാൻ അത് ഒരു ടെമ്പറേച്ചർ സ്കെയിൽ ഇട്ട് കാണിച്ചു തരാം. സി ഗൈസ്, ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇച്ചിരി ടെക്നിക്കൽ സാധനത്തിലേക്കുണ്ട്. ദിസ് ഈസ് എ ടെമ്പറേച്ചർ സ്കെയിൽ. ഇതിനകത്ത് എത്ര കെൽവിൻ ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ കോൾഡ് ലൈറ്റ് ആകുമ്പം മനസ്സിലായോ, ടെമ്പറേച്ചർ സ്കെയിലിനകത്ത് നമുക്ക് കാണാം. ഈ ടെമ്പറേച്ചർ സ്കെയിൽ കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് വെക്ടർ സ്കോപ്പിലേക്ക് പോകാം. സി ഗൈസ്, വെക്ടർ സ്കോപ്പിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. സംഭവം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി വാം. വെക്ടർ സ്കേപ്പിനകത്ത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു എത്ര കെൽവിനായി, ഒരു 5000 കെൽവിൻ അടുപ്പിച്ച് എടുത്തിട്ടുണ്ട്. 5000 കെൽവിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്തോരം വാം ആ വെക്ടർ സ്കോപ്പിനകത്ത് 5000 കെൽവിൻ. അതേപോലെ തന്നെയാണ് ഈ പടത്തിനകത്ത് മിക്ക ഗ്രീൻസും. ഫോർ എക്സാമ്പിൾ ഞാൻ ഗ്രീൻസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു വാം ലീനിങ് ആയിട്ടുള്ള ഗ്രീൻസ് ആണ് ഇതിനകത്തുള്ളത്. ഭയങ്കര വാമാ. കോൾഡ് ഗ്രീൻസ് ഞാൻ കണ്ടില്ല. ആൻഡ് എന്നെ സംബന്ധിച്ച് അത് വളരെ നല്ലൊരു കാര്യം. എനിക്ക് ഭയങ്കര വാം ഗ്രീൻസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എറിച്ച് മറ്റേ ലൈഫുള്ള ആ എറിച്ചിരിക്കുന്ന ഭയങ്കര പഞ്ചി പച്ച നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇത് കിട്ടും. എനിക്ക് അഷ്യൂർ ചെയ്യാം. ഈ ഗ്രീൻസ് ഒക്കെ കണ്ട ഭയങ്കര ഭയങ്കര കിടിലൻ ഗ്രീൻസ് ആണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടോ, ഒരു ഭയങ്കര രസമുള്ളൊരു ഗ്രീനാണ്. ഒരു ഒരു രസമുള്ളൊരു സ്പെസിഫിക് ഗ്രീനാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഇനിയും വേറെ ഗ്രീൻസിലേക്ക് പോകുമ്പം ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ്. ഈ ഒരു ലൈറ്റ് ലൈം ലേക്ക് ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഗ്രീൻ ഉണ്ട്. അത് ഭയങ്കര അടിപൊളിയാട്ടോ. അത് ഭയങ്കര നമുക്ക് യൂസ് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര രസമുള്ളൊരു ഗ്രീനാണ്. ഇറ്റ് ഈസ് സ്പെസിഫിക്കലി വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്കിനി ഗ്രീൻസ് നിർത്തിയിട്ട് ലെറ്റ്സ് ഗോ അബൌട്ട് ദി അതർ സെഗ്മെന്റ്. എനിക്ക് ഗ്രീൻസിനെ കുറിച്ച് ജനറലായിട്ട് ഇത്ര പറയുള്ളൂ. ഗ്രീൻസ് ആർ വാം, പഞ്ചി ഗ്രീൻസ് ആണ്. കോൾഡ് ഗ്രീൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല. എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. സോ ഗൈസ്, നമുക്ക് അടുത്ത് വേറെ ചെറിയ കാര്യം കൂടെ പറയാം. ദാറ്റ് ഇസ് റോൾ ഓഫ് എന്ന് പറഞ്ഞ സെഗ്മെന്റ്. എനിക്ക് റോൾ ഓഫ് ഈ വിവോ ക്യാമറകളിൽ എസ്പെഷ്യലി ഇതിനകത്ത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. സോ ഗൈസ്, റോൾ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പടം നമുക്ക് കണ്ടറിയാം. ജസ്റ്റ് ഭയങ്കര ഷാഡോയിൽ ഹൈലൈറ്റ്സ് മാത്രം എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇമേജാണ്. പക്ഷേ 3 ഇമേജ് ഞാൻ അതുപോലെ എടുത്തു. ഭയങ്കര ഹൈലൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഇമേജാണ് ഇത് 3. But the way they have handled highlights ഞാൻ കണ്ടോ, ഇവിടെ വെക്ടർസ്കോപ്പ് വേവ് ഫോം ഓൾറെഡി സൂം ചെയ്ത് വെച്ചേക്കുക. ഈ ഏറ്റവും ഹൈയസ്റ്റ് അല്ലെ ബ്രൈറ്റസ്റ്റ് പോയിന്റ് ഓഫ് ലൈറ്റിൽ നിന്ന് ഭയങ്കര സ്മൂത്ത് ആയിട്ട് അവർ ഷെയ്ഡ് ചെയ്ത് ഇറക്കിയേക്കുന്നത്. ആൻഡ് അത് ക്വാളിറ്റി ലൈറ്റ് മാനേജ്മെന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. പ്രൊഫഷണലി വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ട് ഓഫ് റോൾ ഓഫ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ട് നമ്മൾ ബ്ലൂമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട് എഫക്ട്സിനകത്ത് ഗ്രീഡ് ചെയ്യുമ്പം. ആൻഡ് അതേപോലത്തെ ചെറിയൊരു സട്ടിൽ എമൗണ്ട് ഓഫ് ബ്ലൂം എന്തൊക്കെയോ ആഡ് ചെയ്യുന്നുണ്ട് ഇമേജസിനകത്ത്. അത് ഭയങ്കര ഇവിടെ ഈ ഒരു ഫോട്ടോയിൽ മാത്രമല്ല, അടുത്ത ഫോട്ടോ എടുത്താലും ഇറക്കിറക്ക ഉണ്ടോ അതേപോലെ തന്നെ, അടുത്ത ഫോട്ടോ എടുത്താലും അതേപോലെ തന്നെ. ഈ ഒരു ഭയങ്കര ബ്രൈറ്റസ്റ്റ് പാർട്സിനകത്തൊക്കെ പോലും റോൾ ഓഫ് ഇസ് ഷോ സ്മൂത്ത്. സോ ഗൈസ്, നെക്സ്റ്റ് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ദാറ്റ് ഇസ് അബൌട്ട് കോൺട്രാസ്റ്റി ഫോട്ടോസ്. പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ചെയ്യാം. സി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കോൺട്രാസ്റ്റ് റെഫറൻസിന് വേണ്ടി എടുത്തു. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളത്, ഭയങ്കര ലൈറ്റ് സാധനം. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് റെഫറൻസ് സ്കെയിലിലൊക്കെ വേണേൽ ഇതിനെ വിളിക്കാൻ പറ്റും. ഇത് ഇവിടെ ഫുൾ ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ശരിക്കും ഇവിടെ പടം ഉണ്ട് എന്ന് പറയുന്നതാണ് സത്യം. ജസ്റ്റ് ഞാൻ കളർ പാലിലേക്ക് പോകുമ്പം കറക്റ്റ് ഒരു റെഫറൻസ് കോൺട്രാസ്റ്റ് സ്കെയിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ പോകട്ടെ. അതായിരിക്കണം. ഇത് ഏറ്റവും ഹൈലൈറ്റും ഇത് ഏറ്റവും ഷാഡോ, ഇത് രണ്ടും നമ്മൾ വലിച്ചു നീട്ടുന്ന സാധനമാണ് ആ കോൺട്രാസ്റ്റ് എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് എല്ലാ പടങ്ങളും ഈവൻ ദോ ഈ ഒരു റെഫറൻസ് അല്ല, ഈ ഒരു ലൂമൻസ് വാല്യൂ അല്ലെ റെഫറൻസ് വാല്യൂവിൻ്റെ അകത്ത് നിൽക്കുമെങ്കിലും ഞാൻ കറക്റ്റ് ഇട്ടേക്കുന്ന വാല്യൂ ഈ റെഫറൻസ് ലെവല് 940/64. അതിൻ്റെ ഇടയിൽ തന്നെ പടം നല്ലോണം വലിച്ചു നീട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ടോണൽ, ഓരോ ടോണിൻ്റെ ഇടയിലുള്ള കോൺട്രാസ്റ്റ് സോ ഗുഡ്. ടോണൽ കോൺട്രാസ്റ്റ് ഭയങ്കര ഗുഡ് ആകുമ്പോഴാണ് ആ ഡ്രമാറ്റിക് പഞ്ചി ഇമേജസ് നമുക്ക് കാണാൻ പറ്റുന്നത്. എവറി പടം, എല്ലാ പടത്തിനകത്ത് നിങ്ങൾ നല്ല ടോണൽ ഡ്രമാറ്റിക് കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഒരു കോൺട്രാസ്റ്റ് ഇല്ലാതെ ജീവനില്ലാത്ത പടങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ ക്യാമറയിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഈ പടം നോക്കിയാലും വെരി 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 എന്താ പറയണ, വലിച്ച് നീട്ടിയിട്ടുണ്ട് ഇടയ്ക്ക്. അടുത്ത പടം നോക്കിയാലും വലിച്ച് നീട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ള, വിവോ അവരുടെ ആർട്ടിഫിഷ്യലി ബോക്കെ ആഡ് ചെയ്തത് ഭയങ്കര രസമുണ്ട്. സർക്യുലർ, പോളാർ ബോക്കെ അതൊക്കെ സെറ്റിങ്സിനകത്ത് ഫൈൻ ട്യൂൺ ചെയ്യാം. സോ ഗുഡ്. സോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സെൽഫി വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറ. അതിൻ്റെ ഉപരി
നമ്മുടെ ABC മൊബൈൽസ് പട്ടത്തേക്ക് നേരെ പോയാൽ നിങ്ങൾക്ക് ക്യാമറ ചെക്കൗട്ട് ചെയ്യാൻ, ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ, ഈ ഫോൺ എന്തോരം വെള്ളം നിങ്ങൾക്ക് വെച്ച് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞ സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ തരും എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മെയിൻ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ മെയിൻ റിവ്യൂ ഒന്ന് റെഫർ ചെയ്യുക. അതിനകത്ത് മെയിൻ വീഡിയോസും ഫ്രണ്ട് ഫേസിങ് ക്യാമറ, അതിൻ്റെ അകത്ത് വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളും ബാക്ക് ക്യാമറാസും എല്ലാം ഉണ്ട്. സോ ബാക്കി റിവ്യൂ പോയി കാണാം. ഇനി നമുക്ക് നെക്സ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു 2 സ്ഥലമാണ്. ഒന്നെന്ന് പറയുമ്പം എനിക്ക് സ്കിൻ ടോൺസിനെ കുറിച്ചൊന്ന് പറയണം. സ്കിൻ ടോൺസ് നെയിൽ ചെയ്യുന്നതാണ് ഒരു ക്യാമറയെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ ടാസ്ക്. കാരണം മൾട്ടിപ്പിൾ ആൾക്കാർക്ക് മൾട്ടിപ്പിൾ സ്കിൻ ടോൺ ആണ്. സ്റ്റാൻഡേർഡൈസ്ഡ് പ്ലാറ്റ്ഫോമും സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂവും ഒക്കെ ഉണ്ട് സ്കിൻ ടോണിന്. ഒരു സേഫ് ബെറ്റാണ് ശരിക്കും വിവോ സ്കിൻ ടോണിൻ്റെ കാര്യത്തിൽ പോയേക്കുന്നത്. ഹോളിവുഡ് റെഫറൻസ് സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് ആ ഒരു സ്കിൻ ടോൺ പിടിച്ചേക്കുന്നത്. അല്ലാതെ സാംസങ്ങിന് കണക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടി സ്ലൈറ്റ്ലി യെല്ലോയിഷ് സ്കിൻ ടോൺ, അല്ലെങ്കിൽ ആപ്പിളിന് കണക്ക് സ്ലൈറ്റ്ലി വോമിഷ് ടോൺഡ് ഔട്ട് സ്കിൻ ടോണിന് പോയേക്കുമല്ല. ഇവർ സേഫ് ഗെയിമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു റെഫറൻസ് സ്കെയിൽ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ വെക്ടർസ്കോപ്പ് ഇവിടെ നോക്കുമ്പോൾ ഞാൻ സ്കിൻ ടോൺ സ്കെയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാം. സ്കിൻ ടോൺ ഇവിടെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണുന്ന ഒരു സ്കെയിലുണ്ട്. ഇതിനെയാണ് സ്കിൻ ടോൺ സ്കെയിൽ അല്ലെ സ്കിൻ റെഫറൻസ് എന്ന് പറയുന്നത്, സ്കിൻ ടോൺ ഇൻഡിക്കേറ്റർ. ഈ ഒരു ഇൻഡിക്കേറ്റർ ഒരുപാട് എന്താ പറയണ, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റുഡിയോസ് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. കാരണം അതിനകത്ത് വന്ന ഏറെക്കുറെ അത്യാവശ്യം ആക്റ്റഡ് സ്കിൻ ടോൺ ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, ഈ സ്കിൻ ടോൺ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കുമ്പോൾ അവർ റെഫറൻസ് ആയിട്ട് വെച്ചത് സായിപ്പന്മാരെയും കുറച്ച് ഇന്ത്യക്കാരന്മാരെയൊക്കെ, നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺസ് ഒന്നും അവർ റെഫറൻസ് ആയിട്ട് വെച്ചല്ല അത് ഡെവലപ്പ് ചെയ്തേക്ക്. അതുകൊണ്ട് തന്നെ ഈ സ്കിൻ ടോൺ ഇൻഡിക്കേറ്റർ വെച്ച് നമ്മുടെ സ്കിൻ ബാലൻസ് ചെയ്യുമ്പം ചെറുതായിട്ട് റെഡിഷ്നെസ് വരും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്ത് സംഭവം എന്ന് വെച്ചാൽ. ഈ റെഡിഷ്നെസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ സ്കിൻ ഇവിടെ ഭയങ്കര റെഡിഷ് ആയിട്ട് വന്നു. ഇത് എൻ്റെ ആക്യുറേറ്റ് സ്കിൻ അല്ല എന്ന് പറയുന്നതാണ് പൂർണ്ണമായ സത്യം. എൻ്റെ സ്കിൻ ടോൺ ഇതല്ല, ആക്യുറേറ്റ് ആയിട്ട് ഇതല്ല. എൻ്റെ സ്കിൻ ടോൺ ജസ്റ്റ് ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി റെഡിഷ് ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഞാൻ ഇതിനെ ആക്യുറേറ്റ്ലി റിയൽ ലൈഫിലേക്ക് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഡു ഐ ഡു? എനിക്ക് ഒന്നെങ്കിൽ ഇതിനകത്ത് റെഡ് ഇച്ചിരി എടുത്ത് കളയാം, പക്ഷെ അപ്പം ആ ഒരു ടോണൽ എഫക്റ്റ് അങ്ങ് പോകും. ആ ഒരു ഡ്രമാറ്റിക് കളർ എടുത്ത് കളയുന്നതിന് പകരം ഞാൻ സാധാരണ ചെയ്യാൻ പോകുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ചെറുതായിട്ടൊന്ന് വോം യെല്ലോസിനകത്ത് പുഷ് ചെയ്യും. സി ഗൈസ്, ചെറുതായിട്ട് ഞാൻ അത് പുഷ് ചെയ്തപ്പം ദിസ് ലുക്സ് വേ ബെറ്റർ. എൻ്റെ റിയൽ ലൈഫിലുള്ള സ്കിൻ ടോൺ ഇതും ഭയങ്കര വേ ബെറ്റർ ആയിപ്പോയി. എന്താ പറയുക, റെഡിഷ് യെല്ലോയിഷ് ബ്രൗണിഷ് സാധനമാണ് എൻ്റെ കിട്ടുന്നത്. ഞാൻ സ്കിൻ ടോണിനെ കുറിച്ച് കുറ്റമൊന്നും പറയുന്നില്ല, അവർ ഭയങ്കര സേഫ് കളിയാണ് കളിച്ചേക്കുന്നത്. ഷവോമിയെക്കാട്ടിയൊക്കെ ഫാർ 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 ബെറ്റർ ആണ് ഇവന്മാർക്ക് സ്കിൻ ടോൺ എടുത്തേക്കുന്നത്. പാനസോണിക്കിൻ്റെ ഒക്കെ, എനിക്ക് ലൂമിക്സിൻ്റെ ഒക്കെ അത്രയും ആക്യുറേറ്റ് ആയിട്ട് സ്കിൻ ടോൺ തോന്നിയില്ല. ഞാനൊരു സ്കിൻ ടോൺ ഭ്രാന്തനായിട്ട് ഞാൻ ലൂമിക്സ് ആണ് എൻ്റെ ഡേ ടു ഡേ ലൈഫിന് ഉപയോഗിക്കുന്നത്. സോണീൻ്റെ പോലത്തെ സ്കിൻ ടോൺ ചെറിയൊരു മെജൻഡൈസ് സാധനം എവിടേക്കൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സേഫ് ബെറ്റാണ്. പ്രോപ്പർ ലൈറ്റിങ്ങിന് പോയാൽ നിങ്ങളത് ശ്രദ്ധിക്കത്തോലുമില്ല. ഇതുപോലത്തെ സ്കിൻ ടോണൊക്കെ ലോ ലൈറ്റിലൊക്കെ എടുക്കുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നം വരുന്നത്. പക്ഷേ ഗുഡ് ജോബ്, അത്യാവശ്യം സേഫായിട്ട് കളിച്ചു. പിക്സലിൻ്റെ അത്രയും ആക്യുറേറ്റ് സ്കിൻ ടോൺ അല്ലെങ്കിലും ഐ ലവ് ദ സ്കിൻ ടോൺ. അറ്റ്ലീസ്റ്റ് അവന്മാരെ മുഖക്കുരു കാണിക്കുന്നെങ്കിലുണ്ട്. എൻ്റെ പൊന്നളി, ഞാൻ അടുത്ത് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഷവോമി 17 അൾട്രയുടെയാണ്. അവർ എന്നടാ പണി വെച്ചെടുക്കുക സ്കിൻ ടോണിനകത്ത്. എനിക്ക് കണ്ടിട്ട് ഒരുമാതിരി വന്ന് ഞാൻ പിന്നെ നെഗറ്റീവ് റിവ്യൂ ഇട്ട് ഉള്ള ഹേറ്റ് എല്ലാം കൂടെ മേടിച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചാൽ പറയാൻ. ഞാൻ എന്തായാലും തരുന്നുണ്ട് ഷവോമി. എന്തുകൊണ്ടും അടുത്ത ലോ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ലോ ലൈറ്റ് ഗുഡാണ്. ലോ ലൈറ്റ് പോർട്രേറ്റ് ഗുഡാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാടൊന്നും പറയാം. സി ഗൈസ്, ഈ പടം കാണുമ്പോൾ നിങ്ങൾ MT പടം എന്ന് വിചാരിക്കും. പക്ഷെ അത് അവിടെയാണ് ഞാനൊരു സാധനം ചെക്ക് ചെയ്തത്. ഫുൾ ബ്ലാക്ക്നെസ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അവിടെ അല്ല ശരിക്കും സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ചെറുതായിട്ട് വാല്യൂസിന് വേണ്ടി ഭയങ്കര ഇരുട്ട്, ഒരു തുള്ളി പോലും ലൈറ്റ് ഇല്ലാത്ത റൂമിൽ ചെറിയതായിട്ട് ഒബ്ജക്ട്സ് വെച്ച്. ആൻഡ് എനിക്കറിയേണ്ടത് അതിൻ്റെ വേവ് ഫോം ആ ലൈറ്റ് മീറ്റർ എടുക്കുമോ എന്നായിരുന്നു. ആൻഡ് സർപ്രൈസിംഗ്ലി അത് എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നല്ല ആപ്പച്ചറും നല്ല സെൻസറും നല്ല ലൈറ്റ് സെൻസിറ്റിവിറ്റി ഉണ്ടായതുകൊണ്ടാണ്. ദാറ്റ് ഇസ് റിയലി ഗുഡ്. അതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഇത് അടിച്ച് ബൂസ്റ്റ് ചെയ്യാം. ഈ ഇത്രയും വാല്യൂ കിട്ടിയെന്ന് അടിച്ച് ബൂസ്റ്റ് ചെയ്ത് വൃത്തികേടാക്കാം ഈ ചില കമ്പനീസൊക്കെ ചെയ്യുന്നതിനാണ്. പക്ഷെ അവർ ആ നാച്ചുറാലിറ്റി, ആ ന്യൂട്രൽ ടോൺസിനേക്ക് വേണ്ടി സ്കിൻ എന്താന്ന് പറയണത് അതിൽ നിൽക്കുന്നു. ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദാറ്റ്, ഹാൻഡ്സ് ഡൗൺ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഗൈസ്, എനിക്ക് ഇതിൻ്റെ ക്യാമറാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, മാക്രോ ഒട്ടും ശരിയല്ല എന്ന് തോന്നി. എനിക്ക് ഇതിനകത്ത് ഡീറ്റെയിൽസും കുറവാണ്.
അത്യാവശ്യം ഭയങ്കര കിടിലമായിട്ടൊന്നും തോന്നിയില്ല. എസ്പെഷ്യലി ലോലയിൽ പോകുമ്പോൾ മാക്രോസ് ഒരു സുഖമില്ലാത്തൊരു ഫീല് എനിക്ക് വന്നിട്ടുണ്ട്. ഞാനത് കുറേ ഇമേജസ് റെഫറൻസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. കുറേ ഇമേജസ് എടുത്ത് പഠിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇത്രയും കണ്ടൻസ്ഡ് ഔട്ട് ആയിരിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഡെപ്ത് ക്യാമറ ബ്രേക്ക് ഡൗൺ ഇഷ്ടമാണെങ്കിൽ എൻ്റെ അടുത്ത് പറയും, ഞാൻ ഇനിയും ചെയ്യാം. പിന്നെ വേറൊരു ഗൈസ്, ഓവറോൾ എൻ്റെ ഇതിനകത്ത് ക്യാമറ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഐ ആം വെരി ഹാപ്പി. കണ്ടന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്കിൻ ടോൺ ആയിക്കോട്ടെ, പച്ച ആയിക്കോട്ടെ, ഷാഡോസ് ആയിക്കോട്ടെ, ഹൈലൈറ്റ്സ് ആയിക്കോട്ടെ, കളർ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അതെല്ലാം ഒരു നല്ലോണം ബാലൻസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചും ഐ എം ഹാപ്പി, ഗുഡ്. ഒരു ആവറേജ് നോർമൽ ഗൈനെ സംബന്ധിച്ചും സാധാരണ ഭയങ്കര പ്രിസ്റ്റീൻ അല്ല ടെക്നിക്കലി നോക്കുന്ന ഒരാൾക്കും എല്ലാം പറ്റും. പക്ഷെ എന്താ പറയുക, ഭയങ്കര സേഫ് ആയിട്ടുള്ള കളേഴ്സും സേഫ് ആയിട്ടുള്ള ഫോട്ടോസും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസും ആണ് ഇത് കൊടുക്കുന്നത്. ഐ എം ഇൻ ലവ് ദ ക്യാമറ സിസ്റ്റം. Xiaomi 17 ഈ പ്രൈസ് റേഞ്ചിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് വെൽ ട്യൂൺഡും വെൽ ഡീറ്റെയിൽഡും ആയിട്ടുള്ള ക്യാമറ സിസ്റ്റമാണ്. സോ അതൊക്കെ പറഞ്ഞു ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതെനിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും, എനിക്ക് ഇച്ചിരി കാശും കിട്ടും. സോ ഗൈസ്, ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു. ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ പറയൂ.